ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കണ്ടത് വേണുവേട്ടനെയാണ്. ഞങ്ങളെ കൈപ്പിടിച്ച് ഈ നാടിനോട് കൂട്ടിച്ചേർത്ത ഏറ്റവും വലിയൊരു കണ്ണിയാണ് വേണുവേട്ടൻ. ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗസ്റ്റായിട്ട് വന്ന ഞങ്ങളുടെ ഉമ്മ, ഞങ്ങൾ സ്നേഹത്തോടെ ഉമ്മ എന്നാണ് തേങ്ങാട്ടീര്. ഞാൻ കേട്ടിടത്തോളം വളരെ ചെറുപ്പത്തിലെ കവിതകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ പ്രകാശനം ചെയ്യാനൊന്നും പറ്റാതെ വന്ന് വളരെ വൈകിയ വേളയിൽ നമുക്ക് പറയാനല്ലേ, നമ്മുടെ പ്രായത്തിൻ്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലാണ് അവരിത് പ്രകാശനം ചെയ്യുന്നത്. വെടിപ്പഴുത്, ഖദീജ പേങ്ങാട്ടേരിയുടെ വെടിപ്പഴുത്. ഉമ്മ ഭക്ഷണം കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. അവർ മുന്നിലായിരുന്നു ഇരുന്നിരുന്ന്, ഞാൻ കാണുന്നില്ല. ഇവിടെ ഞാൻ കണ്ടില്ല. വരാൻ ബുദ്ധിമുട്ടാവും. ഇവരുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരുപാട് ഓണവും വിഷുവിൻ്റെയൊക്കെ സദ്യകളിൽ ഞങ്ങൾ കണ്ണ മുഖങ്ങളാണ് ഇവരൊക്കെ. അവരുടെ മക്കളും കുഞ്ഞുമക്കളും ഇപ്പോഴൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല, എന്നാലും ഞാൻ കുഞ്ഞ് ഇതിൽ അവരെ കാണാറുണ്ട്. അപ്പം ഒരു അപ്പൊ ഉമ്മയ്ക്കും പറയാനുണ്ടാവില്ലേ അത്രയധികം ഓർമ്മകൾ ഇവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഇവരെ പറ്റി നമുക്ക് കേൾക്കാം. ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കണ്ടത് വേണുവേട്ടനെയാണ്. ഞങ്ങളെ കൈപ്പിടിച്ച് ഈ നാടിനോട് കൂട്ടിച്ചേർത്ത ഏറ്റവും വലിയൊരു കണ്ണിയാണ് വേണുവേട്ടൻ. എൻ്റെ മക്കളതാ കൊച്ചുമക്കളെ, ഈ രണ്ടാൾക്കാർ, എനിക്ക് 3 കൊച്ചുമക്കളാണ്. ഓരോ ഓണത്തിനും വിഷുവിനും ഇവരുടെ എല്ലാം കൂടെ ഞങ്ങൾ പങ്കാളികളാണ്. എന്നും സ്നേഹം പങ്കിട്ട് 28 കൊല്ലത്തോളമായി ഈ വീടുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതാ ഇവനെല്ലാം ഇവിടെ ഓടിക്കളിച്ചിട്ട് വീണ് ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഓണത്തിനും വിഷുവിനും ഒക്കെ വരുമ്പോൾ. അത്ര ചെറുപ്പത്തിലെ അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. അപ്പോൾ ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. വത്സലേച്ചിക്കും, ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത് എൻ്റെ ചേച്ചിയല്ല കേട്ടോ, എനിക്ക് വത്സല എന്ന് പറയാനുള്ള മടി കൊണ്ടാണ്. എനിക്ക് 71 വയസ്സായിട്ടുണ്ട്. വേണേട്ടെന്നാണ് ഞാൻ പറയാ, വേണമെന്ന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് അത്. അപ്പം അവരൊക്കെ ഒരുപാട് കാലം ഇനിയും ഈ നാടിന് നന്മ ചെയ്തുകൊണ്ട് സ്നേഹം പകർന്നുകൊണ്ട് ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
നമസ്കാരം. ഓക്കെ അല്ലേ ഭക്ഷണമെല്ലാം? അടിപൊളി ഡാൻസ്. മാനത്തെ മാനത്തിൽ നിന്നും മാണിക്കല്ലിട്ടതായേ മാണിക്യം കാണാതെ പാപം മാറാത്തു കാണുന്നൊരാള്. മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതായേ മാണിക്യം കാണാതെ പാപം മാറാത്തു കാണുന്നൊരാള്. ചെണ്ടിലിരുന്ന് കാട്ടിലത് പറഞ്ഞാടി പള്ളിപ്പൂത്താരം കാട്ടിലുലഞ്ഞു ആമ്പലം നലിയാടുമ്പോ മോളിൽ പോയി പരിമളം രാവിൽ പൂത്തേ തേടും പൂങ്കാറ്റേ പാടിപ്പാടാൻ നീയും പോരാ ആരിയല്ലാതെ വേല കഴിഞ്ഞു അവൾ പാടത്ത് പൂക്കൾ പൊഴിഞ്ഞു ആട്ടിനാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേവരാ ചെല്ലപ്പൂഞ്ചെണ്ടെന്നും കൂടെ കൊണ്ടും തരാം കണ്ണുകളും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. കണ്ണുകളും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാർ ആകാശവീതിയിൽ മാലാഖമാർ
നാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു പണ്ടൊരു പൈതലിനാ. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു. ദൈവപുത്രൻ പിറന്നു. ദൈവപുത്രൻ പിറന്നു. എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇവിടെ മറ്റു വീടുകളിലില്ല. ഇവിടത്തേക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിസ്തുലമായ ഒരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് വേണുവേട്ടൻ എന്ന ഒരു ഓർമ്മ പുതുക്കൽ ഈ അവസരത്തിൽ ഒന്ന് സ്മരിക്കപ്പെടാൻ വേണ്ടി മാത്രമേ ഈ വേദിയിലേക്ക് കയറി വന്നു. അതോടെ ഈ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ജ്യേഷ്ഠ വേണുവേട്ടനും വത്സലേച്ചി 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വത്സലേച്ചി എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരിടുന്നുണ്ട്. പ്രദേശത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് സത്യനുമായി ബന്ധപ്പെട്ട് സത്യനും കൂടെ പണിയെടുക്കണമെന്ന് വേണോട് ഞാൻ പരിചയപ്പെട്ടു. വേണോട്ടിനെ ഇങ്ങോട്ട് കുറച്ചിടുമ്പോൾ വേണോട്ട് നമ്മളെയും കൂടി കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്ന് ഈ കൈരളി നഗറിൽ വേണോട്ടുമായി ബന്ധപ്പെട്ട് ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഏത് സമയത്ത് എത്തിപ്പെടാനും വേണോട്ട് കുടുംബമായി അല്ലെങ്കിൽ കുടുംബത്തിലെ മക്കൾ ഇപ്പം കാണുന്ന പ്രായമൊന്നല്ല, അവരായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയൊരു വ്യക്തി തന്നെയാണ്. ഇന്നലെ ഒരു ആവശ്യത്തിനിടെ വന്നുതരാം അവരെന്നെ പറഞ്ഞു എൻ്റെ ആ കാലഘട്ടത്തിലെ ഇത് പറഞ്ഞുതരാം, നമുക്കും ഏജ് ആയി. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ ഈ കൈരളി നഗറിനെ കൈരളി നഗറാക്കിയ വ്യക്തി, ഇതിന്റെ ശില്പിയാണ് വേണോട്ടൻ. വേണോട്ടന് എന്നും ഈ കൈരളി നഗറിന്റെ എല്ലാ ഭാഗത്തും കൈരളി നഗറിന്റെ ഓരോ മുക്കിലും മൂലയും ഏത് വിധത്തിലും എത്തിച്ചെല്ലാനും അതുകൊണ്ട് കൈരളി നഗറിനെ ആ രീതിയിൽ ഉയർത്താനും സാധിച്ച വ്യക്തി എന്നതിൽ എല്ലാവിധ ജന്മദിനാശംസകൾ നേരുന്നു. നമ
रुद्रगणनाथे शङ्करं पार्वतीनाथे तु शिवं संगीत साहित्य आनंद अद्भुत है तनधे रागं तालं नाट्य नटराजं सुन्दरं नादं वेदकाव्यं नटराजं सुन्दरं रागं तालं नाट्य नटराजं सुन्दरं नादं वेदकाव्यं नटराजं सुन्दरं नादं वेदकाव्यं नटराजं सुन्दरं रागं तालं ആദ്യമായി വേണുവേട്ടനും വത്സലയ്ക്കും പിറന്നാൾ ആശംസകൾ. ആയുരാരോഗ്യ സൗഭാഗ്യത്തോടെ വാഴാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരു ആശംസാഗാനം ഒന്ന് ഇവിടെ പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നവരാണ്. പാട്ട് എന്നൊന്നും പറയൂല, നമ്മുടെ ഒരു ഇഷ്ടവും സന്തോഷവും കൊണ്ട് ഇത് പാടാൻ ആഗ്രഹിച്ചിട്ട് പാടുന്നതാണ്. പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരും അത് കേൾക്കുക. ഓക്കെ, സന്തോഷം. ആശംസകൾ നൂറ് നൂറാശംസകൾ, ആശംസകൾ നൂറ് നൂറാശംസകൾ, ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം വീട്ടി നിൽക്കും ആശംസകൾ നൂറ് നൂറാശംസകൾ. മലരുകളിലെത്തി കതിരുകൾ വിടത്തി വന്നണയും ദിവസം, സ്മരണകൾ പുതുക്കി മധുരിമയൊഴുക്കി പൊന്നണിയും ദിവസം, ഞാനെന്തു തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാൻ, നിൻ മോഹവാഹിനി തീരഭൂമികൾ പുഷ്പഹാരമണിയാൻ, ആശംസകൾ നൂറ് നൂറാശംസകൾ. അപ്പാ സാപ്പാടൊക്കെ ഉഷാറന്നെ.
പാട്ടും പാട്ടി നടന്നത്ര കാലം. പിന്നെ സീറ്റ് എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചെന്റെ മൂട്ടിൽ മിന്നി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുത്തി കമ്പി തിരിയിലാത്തിരി കൊണ്ട് ഉല്ലാസപൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് മണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ നറുവിരളിൽ മധുരം പകരാ ചെറുപൂങ്കാറ്റാ ഒരു സൂര്യകാരുണ്യം അഴലിന്റെ തിങ്കൾ പുതും
മാറ്റക്കിളിയെ കോരാനോ കൊണ്ടുപോകാൻ വന്നതാണോ താങ്ക് യു മുന്നിൽ വന്നു ഈ മണം തോവൻ ഇവിടെ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി ഒന്നായി കനവ് തിരിച്ചിവന്നല്ലേ തിരികെ വിട്ടാമെന്നല്ലേ തിരുത്തി വെക്കാമെന്നല്ലേ കിട്ടുമെന്നല്ലേ വേട്ടമന്നല്ലേ വേട്ട ചെയ്യാമെന്നല്ലേ വേട്ട കൊള്ളാമെന്നല്ലേ വേട്ടയനല്ലേ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോന്നു എണ്ണൻ വന്ന തുമ്പുന്നില്ല ഇരുട്ടിൽ സിറ്റി പാടും രാജാവുക്ക് എല്ലാവരും ഇവനെ തൊടുവാനായി കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണിക്കറുകളുടെ
അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ ഇനി എന്റെ ശബ്ദം കേൾക്കാമോ? ഞാൻ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തു, ശബ്ദം പുറത്തു വരുന്നില്ല. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ? ഭക്ഷണം കഴിക്കാൻ ഞാനൊരു